الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള മറ്റു പല ജന്തുജീവജാലങ്ങളെയും എല്ലാം ഒരുക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, സൃഷ്ടികളിൽ അല്ലാഹു പ്രത്യേകം ആദരവ് നൽകിയ, പ്രത്യേകം ഒരു ശ്രേഷ്ഠത നൽകിയ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നത്. അതുകൊണ്ടാണ് ആ മനുഷ്യന് വേണ്ടി എല്ലാം ഒരുക്കിയതിനു ശേഷം ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചത്. മറ്റുള്ള ഏതൊരു മൃഗത്തെയോ അല്ലെങ്കിൽ പക്ഷികളെയോ അല്ലെങ്കിൽ ഏതൊരു ജീവിയെ എടുത്തു നോക്കിയാലും അതിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യൻ. അവന് ചിന്തിക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവന് ചെയ്യാനും എല്ലാം പ്രത്യേകം അവന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് പുറത്തു നിന്നുള്ള ചില നിയമവ്യവസ്ഥകൾ ബാധകമാണ്. കാരണം അവന് ഒരു ഒറ്റ തീരുമാനത്തിൽ എന്താണ് ശരി, എന്താണ് എനിക്ക് നന്മയുണ്ടാകുന്നത്, എന്താണ് എനിക്ക് ദോഷമാകുന്നത് എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. കാരണം വൈകാരികമായ പല കാര്യങ്ങളും മനുഷ്യനുണ്ട്. അപ്പൊ മനുഷ്യന്റെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടി അവർക്ക് എന്തിനാണ് അവർ ഈ ഭൂമിയിൽ അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലേക്കും നബിമാരെ നിയോഗിച്ചു. ആ നബിമാർ അവർക്ക് എന്തിനാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നിയോഗിച്ച റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ നബിമാരുടെ ആ ശൃംഖല അല്ലാഹു തആല അവസാനിപ്പിച്ചു. ഇനി ലോകാവസാനം വരെയുള്ള മനുഷ്യരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതിനെ പിൻപറ്റി അനുസരിച്ച് ജീവിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ. ഇവിടെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പൂർത്തീകരിച്ചു തന്നതാണ് ഇസ്ലാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയും ഖുർആനിലെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട് നമുക്ക് പൂർത്തീകരിച്ചു തന്ന ദീനാണ് ഇസ്ലാം. അത് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയുമുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ ആദ്യ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ആളുകൾ, ഇസ്ലാം വളർന്നു തുടങ്ങിയ ആ കാലഘട്ടം, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അപരിചിതമായൊരു അവസ്ഥയിലാണ് ഇസ്ലാമിന്റെ ആരംഭമുണ്ടായിട്ടുള്ളത്. ആളുകൾക്ക് പരിചയമില്ലാത്ത വിശ്വാസം, പരിചയമില്ലാത്ത കർമ്മങ്ങൾ, പരിചയമില്ലാത്ത സംസ്കാരം, ആളുകൾക്ക് മറ്റുള്ളവർക്ക് ഒരു അപരിചിതത്വം മുസ്ലിമീങ്ങളിൽ തോന്നുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറഞ്ഞു, സയഊദു ഗരീബ. ഇസ്ലാം അങ്ങനെ അപരിചിതമാകുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും, അതുപോലെ ഒരു കാലം വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം ആരംഭിച്ച കാലം കഴിഞ്ഞ് ഏകദേശം 1400 വർഷങ്ങൾ പിന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ദീൻ നേരിട്ട് പഠിച്ച സഹാബികൾ മനസ്സിലാക്കിയ ഇസ്ലാം, അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് സംഭവിച്ചുപോയി. അതായത് ആളുകൾ മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ, അവസാന കാലഘട്ടത്തിലും അതായത് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ പല പിഴച്ച വാദങ്ങളും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഖവാരിജകൾ വന്നു, അതുപോലെ തന്നെ ഖദരിയാക്കളുടെ ആരംഭമുണ്ടായിട്ടുണ്ട്.
സ്വഹാബികളുടെ കാലത്തിന് ശേഷം പിന്നീട് ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായി. അവരെല്ലാം പറഞ്ഞു, ഞങ്ങൾ പറയുന്നതാണ് സത്യം, ഞങ്ങൾ പറയുന്ന ദീനാണ് യഥാർത്ഥ ഇസ്ലാം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ശരി. പിന്നീട് കാലങ്ങൾക്ക് ശേഷം, ഇത്രയും 1400 വർഷങ്ങൾക്ക് ശേഷം, ആളുകൾ പല വിഭാഗങ്ങളായി മാറി. ഇസ്ലാമിന്റെ പേരിലുള്ളവർ ചിലർ അവരുടെ നാടുകളുടെ സംസ്കാരത്തിനനുസരിച്ച് ഇസ്ലാമിനെ മാറ്റി. മറ്റു ചിലർ അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് മാത്രം ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ മാറ്റി. മറ്റു ചില ആളുകൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഓരോ സംഘടനകളായി ഇസ്ലാം ഓരോ വിഭാഗമായി തിരിഞ്ഞു. സംഘടന ഉള്ളവരായിട്ടും അല്ലാത്തവരായിട്ടും എല്ലാ വിഭാഗങ്ങളായി തിരിഞ്ഞു. ഓരോ ആളുകൾ നമ്മുടെ നാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ, ഒരാൾ ഒരു മുസ്ലിം ഒന്നെങ്കിൽ ഒരു സമസ്തക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു തബ്ലീഗുകാരനാണ്, അല്ലെങ്കിൽ ഒരു മുജാഹിദുകാരനാണ്. ഇങ്ങനെ പല പേരുകളിൽ ആളുകൾ മുസ്ലിമീങ്ങളെ വേർതിരിച്ചു. ഇതിനിടയിൽ സംഭവിച്ചു പോയ ഇന്ന് കാലത്ത് കാണുന്ന വലിയൊരു നഷ്ടം, അല്ലെങ്കിൽ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നത്, ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത, എന്നാൽ ഇസ്ലാമിനെ പഠിക്കണം, എനിക്ക് യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ. ഈ ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി കാണുമ്പോൾ, അവർക്ക് എന്താണ് ശരി, ഏതാണ് ശരിയായിട്ടുള്ള ദീൻ, എല്ലാ ആളുകളും അവരുടേതായ വാദങ്ങൾ പറയുന്നുണ്ട്. അവര് പറയുന്നതാണ് ശരി എന്ന് പറയുന്നുണ്ട്, അതിന് തെളിവുകൾ സ്ഥാപിക്കുന്നുണ്ട്, അങ്ങനെ പല സംസാരങ്ങളുണ്ട്. ഇതിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിട്ട, അവസാനിപ്പിച്ച, തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച ദീൻ എന്നതിൽ സംശയത്തിലാണ്. ആ സംശയം കാരണത്താൽ ചില ആളുകൾ ദീനിനെ കുറിച്ച് പഠിക്കാൻ തന്നെ താല്പര്യമില്ലാതെ, ഞാൻ എന്തിനാണോ ജനിച്ചു വളർന്നത് അത് മതിയെന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ മറ്റു ചിലർ ദീനൊന്നും വേണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്നു. ആ അവസ്ഥയിലൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള ഒരു ഹദീസാണ്. ഒരു മുസ്ലിമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് പരലോകത്ത് വിജയിക്കണം എന്നാണ്, പരലോകത്ത് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പല ലഫ്ളുകൾ വന്നിട്ടുണ്ട്. തിർമിദി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ കാണാം, വ ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ലതൻ. ബനൂ ഇസ്രായേലുകൾ അവർ 72 വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ചിട്ടുണ്ട്. 72 വിഭാഗങ്ങളായി ഭിന്നിച്ചിട്ടുണ്ട്. وتفترق أمتي على 73 ملة. എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഭിന്നിക്കുന്നതാണ്. 73 വിഭാഗങ്ങളായി ഭിന്നിക്കുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലതൻ വാഹിദതൻ, ഒരു കൂട്ടരൊഴികെ. അഥവാ ബാക്കിയുള്ള 72 വിഭാഗങ്ങൾ, 73 വിഭാഗത്തിൽ ഒന്നൊഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള 72 വിഭാഗങ്ങൾ അവർ നരകത്തിലേക്ക് പോകുന്ന മാർഗത്തിലാണുള്ളത്. ഒരു കൂട്ടർ മാത്രമാണ് നേരായ പാതയിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ ചില പണ്ഡിതന്മാർ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് പോലെയുള്ള കിതാബിൽ ഈ 72 വിഭാഗങ്ങളുടെയും പേരും അവരുടെ വിശ്വാസത്തിന്റെ പിഴവുകളും എല്ലാം എഴുതിയത് കാണാം. പക്ഷെ അതെല്ലാം നമ്മൾ ചർച്ച പോകുന്നത്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആരോടാണോ പറഞ്ഞത്, ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? വമൻ ഹിയ യാ റസൂലല്ലാഹ്, റസൂലെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന വിജയിച്ച കക്ഷി എന്ന് പറയുന്ന ആ നേരായ മാർഗത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നവർ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എത്ര വിഭാഗങ്ങളായിട്ട് ഇസ്ലാം ഭിന്നിച്ചാലും, എത്ര സംഘടനകളായി ഭിന്നിച്ചാലും, പേരുള്ളതും പേരില്ലാത്തതുമായ വിഭാഗങ്ങളായി ഭിന്നിച്ചാലും ഒരു കൂട്ടർ മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പൊ അതാരാണ് എന്നറിയുന്നത് എന്തിനാ? നമുക്കതറിഞ്ഞാൽ മതി. ബാക്കിയുള്ള 72 വിഭാഗങ്ങളെ കുറിച്ചും ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യം എന്താ ഉള്ളത്? ഏതാണ് നേരായ മാർഗത്തിലുള്ളവർ? അതുകൊണ്ട് തന്നെ സഹാബികൾ ചോദിച്ചു, ആരാണ് ആ കൂട്ടർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടത്, ഏതൊരു മാർഗത്തിലാണോ നിലനിന്നത്, ഏതൊരു വിശ്വാസമാണോ അവർക്കുണ്ടായിരുന്നത്, ഏതൊരു കർമ്മങ്ങളിലാണോ അവർ നിലനിന്നത്, ഏതൊരു സംസ്കാരമാണോ അവർ മുന്നോട്ട് വെച്ചത്, അതാണ് ആ രക്ഷപ്പെടുന്ന കക്ഷി, നരകത്തിൽ നിന്ന് ഒഴിവാകുന്ന സ്വർഗപ്രവേശനം ലഭിക്കുന്ന കക്ഷി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം ഈ വിഭാഗങ്ങളിൽ നിന്ന് യഥാർത്ഥ ദീന എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിനോടാണ് നമ്മുടെ സംസാരം. അങ്ങനെയുള്ള ഒരു മുസ്ലിമിനോടാണ് നാം സംസാരിക്കുന്നത്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? സ്വഹാബികൾ ഏതൊരു വിശ്വാസം വിശ്വസിച്ചുവോ, ആ സ്വഹാബികൾ ഏതൊരു കർമ്മങ്ങൾ ചെയ്തുവോ, ആ സ്വഹാബികൾ ഏതൊരു സംസ്കാരത്തിൽ നിലകൊണ്ടുവോ അതാണ് യഥാർത്ഥ ഇസ്ലാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സ്വല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. അദ്ദേഹം പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് സ്വലാത്തുൽ ഫജ്ർ നിസ്കാരം നിർവഹിച്ചു. ثم وعظنا موعظة بليغة ذرفت منها العيون ووجدت منها القلوب. പിന്നീട് ഞങ്ങൾക്ക് ഒരു നല്ല ഉപദേശം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപദേശം കേട്ടാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന, ഖൽബ് വിറച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഉപദേശമായിരുന്നു അത്. ഫഖാല ഖായിലുൻ, ആ സമയത്ത് ഉപദേശം കേട്ട സമയത്ത് ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ. റസൂലേ, ഇതൊരു വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ടല്ലോ, അഥവാ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത, അവസാനിപ്പിച്ചു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൗസിന, ഞങ്ങൾക്കൊരു വസിയത്ത് നൽകണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് തഖ്വ കൊണ്ടാണ്. അഥവാ ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും അള്ളാഹുവിന്റെ വസിയത്താണ്, നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. വസ്സംഇ വത്ത്വാഅ വഇൻ കാന അബ്ദൻ ഹബശിയൻ, നിങ്ങളുടെ അമീറായിട്ട് ഒരു ഹബശിയായിട്ടുള്ള ഒരടിമ ആണെങ്കിലും, ഒരു കറുത്ത നീഗ്രോ ആയിട്ടുള്ള ഒരു അടിമയാണെങ്കിലും നിങ്ങൾ ആ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ആ ഭരണകൂടത്തിനെതിരെ ഇറങ്ങി പുറപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്, അള്ളാഹുവിനെ ധിക്കരിക്കാൻ കൽപ്പിക്കാത്തടത്തോളം. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, തീർച്ചയായിട്ടും എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ കാണും. അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ നിസ്കാരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, കർമ്മങ്ങളിൽ ഉണ്ടാവും, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്താണ് നിങ്ങൾ പിടിക്കേണ്ടത്, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതോടൊപ്പം പറഞ്ഞു, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നേർമാർഗം സിദ്ധിച്ച എന്റെ ഖലീഫമാരുടെ അഥവാ ഉത്തമരായിട്ടുള്ള സ്വഹാബികളുടെ പാതയും ആ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അബ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം. ഒരു കാര്യം നമ്മള് കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന പല്ലാണ് അണപ്പല്ല്, കടിച്ചു പിടിക്കാൻ. ആ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. ഉദ്ദേശം അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ ഖലീഫമാരുടെയും സ്വഹാബികളുടെയും പാതയിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറഞ്ഞു, വഇയ്യാകും വൽ മുഹ്ദസാത്ത്, നിങ്ങൾ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അത്തുൻ, എല്ലാ പുതുതായി ഉണ്ടാകുന്ന ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബിദ്അത്താണെന്ന് പഠിപ്പിച്ചു. അപ്പൊ സഹോദരങ്ങളെ, ഈ രണ്ട് ഹദീസിൽ നിന്ന്
നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇസ്ലാമിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിട്ടേച്ചു പോകുന്ന ഇസ്ലാമിൽ പിന്നീട് വിഭാഗങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എന്താണ് ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ദീന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ, എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിട്ടില്ല. എളുപ്പത്തിൽ കാര്യം പറഞ്ഞ് പോയിട്ടുണ്ട്. അത്രയും തെളിഞ്ഞ പാതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. എന്നിട്ടും ഒരാൾ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നാശം സംഭവിച്ചവൻ. ഇത്രയും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടായിട്ട്. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിപ്രായ വ്യത്യാസം വന്നാലും സംഘങ്ങളായി വേർപിരിഞ്ഞാലും രക്ഷ നേടാനുള്ള മാർഗത്തിൽ എന്താ പറഞ്ഞത്? എന്റെ സ്വഹാബികൾ, ആ സ്വഹാബികളുടെ പാതയെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞു. അതിനാണ് സഹോദരങ്ങളെ അൽ മൻഹജു സലഫി എന്ന് പറയുന്നത്. സലഫി മൻഹജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, ആ സ്വഹാബികൾ മുന്നോട്ട് വെച്ച, അവർ മനസ്സിലാക്കിയ ദീൻ എന്താണോ, അവർ മനസ്സിലാക്കിയ വിശ്വാസം എന്താണോ, അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന കർമ്മങ്ങൾ എങ്ങനെയാണോ, അവർ മാതൃക കാണിച്ച സംസ്കാരം എങ്ങനെയാണോ, അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അതാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നാടുകളിൽ സംഘടനകളായിട്ട് ആളുകൾ വേർതിരിഞ്ഞാലും, അതല്ല എന്തെങ്കിലും ഒരു ആദർശത്തിന്റെ പേരിൽ ആളുകൾ വേർതിരിഞ്ഞാലും, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പരലോകത്ത് വിജയിക്കണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും സ്വഹാബികൾ എങ്ങനെ ദീന് മനസ്സിലാക്കി എന്നതാണ്. സ്വഹാബികൾ എങ്ങനെ ദീന് മനസ്സിലാക്കി എന്നതാണ്. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദീനിന്റെ ഏതൊരു കാര്യം കേട്ടാലും നമ്മൾ അളന്നു നോക്കേണ്ടത്, നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്, നമ്മൾ പരിഗണിക്കേണ്ടത് സ്വഹാബികൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കിയെന്നതാണ്. ഇപ്പൊ ഒരാൾ പറയാം, റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കണം, അതിന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് മൗലീദ് പാരായണം ചെയ്യണം എന്നൊരാൾ പറയാം. അല്ലെങ്കിൽ ഒരാൾ റമളാനിലെ 17-ൽ ബദർ യുദ്ധം നടന്നത് ഈ ദിവസമാണ്, അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച സഹാബികളാണ്, അതുകൊണ്ട് അവരുടെ മദ്ഹ് പാടിക്കൊണ്ട് നമ്മൾ എന്ത് നടത്തണം, മൗലീദ് സദസ്സുകൾ നടത്തണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അറവ് നടത്തണം. അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ളവർ, ആ ബദറിൽ പങ്കെടുത്തവർ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അവർ മുഖേന നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം, അവരോട് ഇസ്തിഗാസ നടത്താം. ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമുക്ക് മുന്നിൽ പറയാനുള്ളത് എന്താണ്? സഹാബികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഹാബികൾ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന പേരിൽ ഒരു ആഘോഷം നടത്തിയിട്ടുണ്ടോ? സഹാബികൾ റമളാനിലെ 17-ന് ബദറിൽ ഷഹീദായ ആളുകൾക്ക് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതൊരു കാര്യം, ഞാൻ ഉദാഹരണങ്ങൾ ചിലത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതൊരു വിശ്വാസവും കർമ്മവുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഈ സഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതിനോടാണ്. അതാണ് അൽ മൻഹജു സലഫി എന്ന് പറയുന്നത്. അതാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. വളരെ ചുരുക്കത്തിൽ നാം ഇന്ന് സംസാരിക്കുന്ന പ്രധാന വിഷയം, എന്തുകൊണ്ടാണ് ഈ സലഫി മൻഹജ് മാത്രമാണ് ശരി എന്ന് പറയാനുള്ള കാരണം? മറ്റുള്ള ഏത് കൂട്ടരെടുത്താലും അവരൊക്കെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊന്നാവും. ഈ സഹാബികളുടെ പാത പിൻപറ്റണം എന്ന് പറയുന്ന സലഫി മൻഹജിന്റെ വക്താക്കൾ ഒഴികെ ബാക്കിയുള്ള ഏത് ആളുകൾ, ഇപ്പൊ നമ്മുടെ നാടിൽ മനസ്സിലാക്കാൻ നാം നേരത്തെ പറഞ്ഞ ഏത് സംഘടനക്കാരും അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങളും അല്ലെങ്കിൽ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ആളുകളും അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊന്നായിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും പൊതുവായി പറ്റാത്ത, പൊതുവായി എതിർക്കുന്ന കൂട്ടർ ഈ സലഫി മൻഹജിന്റെ ആളുകളായിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊന്നിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സലഫി മൻഹജ് മാത്രമാണ് ശരി എന്ന് പറയാൻ എന്താണ് ഈ സലഫികൾക്ക് അല്ലെങ്കിൽ ഈ പാത പിൻപറ്റുന്ന ആളുകൾക്ക് പറയാനുള്ള തെളിവെന്താണ്? എന്തുകൊണ്ടാണ് ഈ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ദീൻ മനസ്സിലാക്കണമെന്ന് പറയാനുള്ള കാരണം? അതാണ് ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ ചില തെളിവുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം പറയുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. ബനൂ ഇസ്രായേലുകളെ അല്ലെങ്കിൽ ജൂത നസാറാക്കളെ പറ്റി പറഞ്ഞ് അല്ലാഹു തആല പറയുകയാണ്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഹിദായത്താണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, അഥവാ പിഴച്ചുപോയ ഏത് കൂട്ടരും എടുത്തോളൂ, ജൂത നസാറാക്കളെയും ഏത് കൂട്ടരും, അവർ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ. ഇതാരോടെ പറയുന്നത്? ആരാണ് അന്ന് മുഅ്മിനീങ്ങളായിട്ടുള്ളത്? സഹാബികളാണ്. സഹാബികളോട് പറയാണ്, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാവും. സഹോദരങ്ങളെ, സഹാബികളുടെ പാത ശരിയാണെന്ന് മനസ്സിലാക്കാൻ, അതാണ് ഹിദായത്തിന്റെ പാത എന്ന് മനസ്സിലാക്കാൻ ഇത്രയും ശക്തമായിട്ടുള്ള ഒരായത്ത് നമ്മുടെ മുമ്പിലുണ്ട്. സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ മാത്രമേ ഹിദായത്തിലാവുകയുള്ളൂ. സഹാബികൾ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു നബിയോടോ മലക്കിനോടോ വലിയനോടോ സ്വാലിഹായ വ്യക്തിയോടോ അവരുടെ ഖബറിൽ പോയിട്ടോ അവർ ഇസ്തിഗാസ നടത്തിയിട്ടില്ല, അവർ സഹായം തേടിയിട്ടില്ല, അവർ പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവർ അറിവ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ള ബിദ്അത്തുകളായിട്ടുള്ള വിശ്വാസത്തിലെയും കർമ്മത്തിലെയും അള്ളാഹുവിന്റെ ഇസ്തിവായിനെ അവർ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരങ്ങൾ, അള്ളാഹു അലിയാണ്, അള്ളാഹു ഉന്നതനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരലോകത്ത് കാണും, അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷയുണ്ടോ ഇല്ലയോ, മീസാനുണ്ടോ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് സിറാത്തുണ്ടോ, ഇതുപോലുള്ള വിഷയങ്ങളൊന്നും അവർ ചർച്ചക്കെടുത്ത് അവരതിനെ തള്ളാനോ കൊള്ളാനോ വേണ്ടിയിട്ട് അവർ നിന്നിട്ടില്ല. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്, ഗൈബിയായ വിഷയങ്ങളിൽ അവരതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ദീനിന്റെ എല്ലാ വിഷയത്തിലും വിശ്വസിക്കേണ്ടത്. അപ്പൊ സഹാബികൾ പഠിപ്പിച്ചു തന്ന വിശ്വാസം അതാണ്. നമ്മൾ അത് വിശ്വസിക്കുന്നവരാണ് ഹിദായത്തിലായവരെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സലഫികൾക്ക് സലഫി മനഹജ് മാത്രമാണ് ശരിയെന്ന് പറയാൻ തടസ്സം? സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയാൻ തടസ്സം വേറെ ആർക്കത് പറയാൻ പറ്റുക? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കേരളത്തില് സംഘടനകളായി തിരിഞ്ഞിട്ട് ആളുകൾ നമ്മൾ വിചാരിക്കുക, ഒരു സമസ്തക്കാരനെ വിളിക്കുക, അവർക്ക് പറയാൻ പറ്റുമോ സഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? പറ്റില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം പിൻപറ്റുന്ന ഒരാളെ വിളിക്കുക, അവർക്ക് പറയാൻ പറ്റുമോ സഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ അവർ പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് പറഞ്ഞ മറുപടി നമ്മൾ അവരോട് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ ആളെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ സഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും പിഴച്ച അശ്അരിയത്തിന്റെയും മാതുരിയത്തിന്റെയും പിഴച്ച വിശ്വാസങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു സൂഫി ത്വരീഖത്തിന്റെ ആളുകളെ അവർ പറയാണ് ഞങ്ങൾ സഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അത്രയും പിഴച്ച കാര്യങ്ങളാണ് ഏത് വിഭാഗം ഇതിന് പുറമേയുള്ള അഖീദയിൽ പിഴച്ചതായിട്ട് അറിയാം. മുഅ്തസിലിയാക്കളോ ജഹ്മിയാക്കളോ ഖദരിയാക്കളോ മുർജിയാക്കളോ ആരെ വിളിച്ചാലും അവർക്കൊന്നും ഈ വാദം പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ദീൻ പഠിച്ച സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ് അവർ വിശ്വസിക്കുന്നത്. അവൻ ആ ഒരു ഉപമ പറയാറുണ്ട് പലപ്പോഴും. മനഹജ് സലഫ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപമ. അതായത് ഒരു ക്ലാസ്സില് ഒരു അധ്യാപകൻ, ഒരു അറബി അധ്യാപകൻ വന്നിട്ട് ബോർഡിൽ ഒരു വരയിട്ടു. അറബി അധ്യാപകൻ ബോർഡിൽ ഒരു വര വരച്ചാൽ അതെന്തായിരിക്കും? അലിഫ് പഠിപ്പിക്കാനായിരിക്കും ആ വര വരച്ചിട്ടുണ്ടാവുക. അപ്പൊ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് മനസ്സിലായി എന്ത്? ഇത് അറബി അധ്യാപകൻ അലിഫ് ഇട്ടതാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ക്ലാസ്സിൽ അപ്പല്ലാത്ത വേറെ കുറച്ച് കുട്ടികൾ വന്നു. അപ്പൊ കുട്ടികൾ വന്നപ്പോ ബോർഡിൽ നോക്കിയപ്പോ ബോർഡിൽ ഒരു വര ഇങ്ങനെ കണ്ടു. അപ്പോ കുട്ടികൾ പറഞ്ഞു ഇത് മാത്സ് മാഷ് വന്നിട്ട് ഒന്നിട്ടതാണ് പറഞ്ഞു. ഇത് മാത്സ് മാഷ് ഒന്നിട്ടതാണ് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കുട്ടികൾ വന്നു. ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ഇംഗ്ലീഷ് മാഷ് ക്യാപിറ്റൽ ലെറ്ററിൽ ഐ ഇട്ടതാണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റർ ഐ ഇട്ടതാണ് പറഞ്ഞു. അപ്പൊ ആദ്യം ഇരുന്ന കുട്ടികൾ പറയാണ് നിങ്ങൾ എന്തീ പറയുന്നത്? ഒക്കെ ഒരേ വരെയാണ്, നിങ്ങൾ എന്തീ പറയുന്നത്? ഞങ്ങൾ കണ്ടതാണ്, ഇത് അറബി മാഷ് വന്നിട്ട് അലിഫ് പഠിപ്പിക്കാൻ വേണ്ടി അലിഫിട്ട വരെയാണ് എന്ന് പറയാം. ഇതിൽ ആര് പറഞ്ഞതാ ശരി? ആര് പറഞ്ഞതാ ശരി? ആ അറബി മാഷ് ആ അലിഫ് ഇടുമ്പോ അത് കണ്ട നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളുകൾ മനസ്സിലാക്കിയതല്ലേ ആ വരയുടെ ഉദ്ദേശം? അല്ലേ?
അപ്പൊ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു ഹദീസ് ഓതിയിട്ട് സഹാബികൾ എങ്ങനെയാണ് വിശ്വസിച്ചത് എന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സഹാബികൾ എങ്ങനെയാണ് വിശ്വസിച്ചത് എന്നൊരു കൂട്ടർ പറയുന്നു, അതാണ് ശരിയെന്ന് പറയുന്നു. മറ്റു ചില ആളുകൾ പറയുന്നു ആ ആയത്തിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇന്ന് ശാസ്ത്രീയപരമായിട്ട് ഈ ആയത്ത് ഇങ്ങനെയാണ് എന്നൊരു കൂട്ടർ പറയുന്നുണ്ടെങ്കിൽ ആരാണ് ശരി, ആരാണ് പഴച്ചത്? ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും. സഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചത്, സഹാബികൾ എങ്ങനെയാണോ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കിയത്, അത് മാത്രമാണ് ശരി. അത് പറയുന്നവരാണ് നേരായ മാർഗത്തിലുള്ളവർ, അതിനെ പിൻപറ്റുന്നവരാണ് നേരായ മാർഗത്തിലുള്ളവർ. ഈ സഹോദരങ്ങളെ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ സഹാബികളുടെ പാതയെ നമ്മൾ പിൻപറ്റണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ മൻഹജ്, ആ പാത മാത്രമാണ് ശരിയെന്ന് പറയാൻ പല തെളിവുകളും കാണാം. അതിൽ ചുരുക്കം ചിലത്. ഒന്ന്, സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. الله سبحانه وتعالى صحابيകളെ പറ്റി പറയാൻ, والسابقون الأولون من المهاجرين والأنصار, മുന്നിട്ട ആളുകൾ, ആദ്യം തന്നെ മുന്നിട്ട ആളുകൾ, മക്കയിൽ നിന്ന് വിശ്വസിക്കുകയും അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത സഹാബികൾ, ആ ഹിജ്റ ചെയ്തു വന്ന സഹാബികൾക്ക് സ്വന്തം സ്വത്തും സമ്പത്തും എല്ലാം ചെലവഴിച്ച് അവരെ സംരക്ഷിച്ച അൻസ്വാരികൾ, ഈ രണ്ടു കൂട്ടരാണ് സഹാബികൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അതെ, ആ ആളുകളെ, ഈ സഹാബികളെ ഇഹ്സാനോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ പിൻപറ്റിയ ആളുകൾ, അഥവാ അവർക്ക് ശേഷം വന്ന തബഈങ്ങൾ, അതിനുശേഷമുള്ളവർ, അങ്ങനെ പിൻപറ്റുന്ന ആളുകൾ. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, ആ പിൻപറ്റുന്നവരെയാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെടുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അക്കൂട്ടർക്ക് അതാ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗം, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതമാണ്. അബദ ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. സഹോദരങ്ങൾ, ഈ ആയത്ത് കേട്ടിട്ട് സഹാബികളുടെ പാത പിൻപറ്റണ്ട, അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞതുപോലെ ജീവിക്കണ്ട, അവര് മാതൃക കാണിച്ച മാർഗം വേണ്ട എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവനേക്കാൾ ബുദ്ധിശൂന്യനായ ഒരാളാണുള്ളത്. അള്ളാഹു പറയാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ആ സഹാബികളും അവരെ പിൻപറ്റുന്ന ആളുകളുമാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദീനിന്റെ ഒരു കാര്യം വന്നോ, സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി നോക്കുക, സഹാബികൾ എങ്ങനെയാണ് അത് ജീവിതത്തിൽ പകർത്തിയത് എന്ന് നോക്കുക, അത് പിൻപറ്റുക. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ദലീൽ സൂറത്ത് ആലി ഇംറാനിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹമാണ്, ഉത്തമ സമുദായമാണ്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഉത്തമരായിട്ടുള്ള ഒരു സമൂഹം. ഇത് മുഴുവനായിട്ടും പൊതുവായിട്ട് മുസ്ലിം ഉമ്മത്തിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ബാധകമായിട്ടുള്ള ആയത്താണ്. പക്ഷെ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഇത് ആരോടാണ് ഖിതാബ്? സഹാബികളോടാണ്. കാരണം ഈ ഉമ്മത്ത് മറ്റുള്ള ഉമ്മത്തുകളെക്കാൾ എല്ലാം ശ്രേഷ്ഠമാണ്. ഈ ഉമ്മത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? സഹാബികളാണ്. അവരെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഉത്തമരായിട്ടുള്ള സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തെ പിൻപറ്റലല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അത് പിൻപറ്റുന്ന മാർഗമായിട്ടുള്ള അൽ മൻഹജുസ് സലഫി, അത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോ ഇതിനേക്കാൾ വലിയ തെളിവുകൾ എന്താണ് ആവശ്യമായിട്ടുള്ളത്? അപ്പോ സഹാബികളുടെ മാർഗം അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മറ്റൊരു തെളിവ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ അത് എന്റെ സമൂഹമാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് ശേഷമുള്ള ആളുകൾ, പിന്നെ അതിന് ശേഷമുള്ള ആളുകൾ. അഥവാ ഏറ്റവും ഉത്തമ സമൂഹം സഹാബികളാണ്, പിന്നീട് അതിന് ശേഷം വന്നവരാണ്, പിന്നീട് അതിന് ശേഷം വന്നവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവരുടെ മാർഗം പിൻപറ്റണമെന്നും അവരാണ് നമുക്ക് മാതൃകയായിട്ടുള്ളവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഉമ്മത്തിനോട് നസീഹത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിച്ച റസൂല് പറയാണ്, ഇതാ എന്റെ സഹാബികളാണ് ഉത്തമരായിട്ടുള്ളവർ എന്ന് പറയുമ്പോ ഒരു വിശ്വാസത്തിന്റെ കാര്യം വന്നിട്ട് ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോ സഹാബികൾ ഇങ്ങനെയാണ് പറഞ്ഞ് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പറയാണ്, ഒരായത്തൊരു ഹദീസോ പറയാണ്, സഹാബികൾ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കിയത്, അപ്പൊ അയാൾ പറയാണ് ഇത് എനിക്കിങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഇത് ഇങ്ങനെ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നീ വിട്ടുപോയിക്കോ, കാരണം നീ ഏറ്റവും പിഴവിലുള്ള വാദമാണ് പറയുന്നത് എന്നത്. കാരണം സഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രശസ്തമായ ചില വാക്കുകൾ അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ നദറ ഇലാ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ഖൽബിലേക്ക് നോക്കി, അഥവാ റൂഹുകളെ സൃഷ്ടിച്ച് അടിമകളെ സൃഷ്ടിച്ച് അതിലേക്ക് നോക്കി. فوجد قلب محمد صلى الله عليه وسلم خير قلوب العباد فاصطفاه لنفسه, അതിലേറ്റവും ഉത്തമനായിട്ടുള്ള ഖൽബിന്റെ ഉടമയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്തു ഖാതിമുൻ നബിയായിട്ട്. ഫബ്തഅസഹു ബിരിസാലതി, അങ്ങനെ അല്ലാഹുവിന്റെ റിസാലത്ത് നൽകിക്കൊണ്ട് നിയോഗിച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിന് ശേഷം പിന്നീടുള്ള സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഖൽബ് ആരെയാണെന്ന് നോക്കി. فوجد قلوب أصحابه خير قلوب العباد فجعلهم وزراء نبيه, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ ഖൽബുകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹാബികളുടെ ഖൽബ് ഉത്തമമായി കണ്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്തു. യുഖാതിലൂന അലാ ദീനിഹി, അവരെന്ത് ചെയ്തു? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ അഥവാ പഠിപ്പിച്ച ദീൻ ഇസ്ലാമിന് വേണ്ടി അവർ പോരാടി. ഫമാ റആഹുൽ മുസ്ലിമൂന ഹുസ്നൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ വമാ റഅഹു സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യിഉൻ, അവർ നന്മയായി കണ്ടതാണ് അള്ളാഹുവിന്റെ അടുക്കലും നന്മ, അവർ തിന്മയായി മോശമായി കണ്ടതാണ് അള്ളാഹുവിന്റെ അടുക്കലും തിന്മ. അഥവാ അവർ അള്ളാഹു തആലയുടെ ഇഷ്ടവും അള്ളാഹു തആലയുടെ ഇഷ്ടക്കേടും അതുപോലെ പകർത്തിയ പിൻപറ്റിയ ആളുകളായിരുന്നു സഹാബികൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി ഇത്രയും അധികം വ്യക്തമായ തെളിവുകളിൽ സഹാബികളുടെ പാത അത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ മുസ്ലിമിന് എന്ത് എളുപ്പമാണ് യഥാർത്ഥ ദീൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ, ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ. അത്രയും വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു തെളിവ് സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا, നിങ്ങളെ ഒരു മധ്യമ നിലപാടിലുള്ള ഒരു ഉമ്മത്തൻ വസതനായിട്ട് നാം ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? ജനങ്ങളുടെ മേലെ നിങ്ങൾ ശുഹദാക്കളാവാൻ, സാക്ഷികളാവാൻ, അതുപോലെ റസൂൽ നിങ്ങളുടെ മേലെയും സാക്ഷിയാവാൻ. ഇത് മുസ്ലിം ഉമ്മത്തിന് പൊതുവായിട്ടാണെങ്കിൽ കൂടി ഏറ്റവും ഇതിന് അർഹനാരാണ്? സഹാബികളാണ്. നാളെ പരലോകത്ത് നബിമാര് വരും, നബിമാരുടെ സമൂഹവും ഉണ്ടാവും. എന്നിട്ട് ചോദിക്കും ഈ സമൂഹത്തിനോട്, നബിമാരോട് ചോദിക്കും, നിങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുത്തോ? നബിമാർ പറഞ്ഞു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമൂഹത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ നബിമാർ എത്തിച്ചു തന്നുവോ? അപ്പോ അവർ പറയും ഇല്ല, എത്തിച്ചു തന്നിട്ടില്ല. അപ്പൊ ആ നബിമാരോട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല സാക്ഷികളുണ്ടോ? അങ്ങനെ അത് ചോദിക്കും. നബിമാർ ഉണ്ട്. ആരാണ് ചോദിക്കും? പറയും ഉമ്മത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കൊണ്ടുവന്ന് ചോദിക്കും, ഈ നബി ഇന്ന നബി ഈ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അവര് പറയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറയും ഞങ്ങളുടെ റസൂല് ഞങ്ങളെ അറിയിച്ചതാണ്, ഞങ്ങൾ അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയും. ഇത് ജനങ്ങൾക്ക് മേലെ ഈ ഉമ്മത്തിനുള്ള ഫضലാണ്. അപ്പൊ ഈ ഉമ്മത്തിൽ സ്വഹാബികളാണ് ഈ ഫضലിന് ഏറ്റവും അർഹരായിട്ടുള്ളത്. അവർ ശുഹദാക്കളാണ്, അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷികളായി അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവരുടെ പാതയാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും നാം പിൻപറ്റേണ്ടതും. മറ്റൊരായത്ത് ഈ ഒരു പാതയിൽ നിന്ന് തെറ്റിപ്പോയാൽ അതിന്റെ അപകടം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്താണ് സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്. ഈ ശബ്ദം കേൾക്കുന്ന, ഇനി ഭാവിയിൽ കേൾക്കുന്ന ഏതൊരാളും ഈ ഒരു മൻഹജിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, ഈ സഹാബികളുടെ പാത പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, അതിന്റെ ഏറ്റവും വലിയൊരു അപകടം ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹു പറയാണ്, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഒരുവൻ അവന് ഈ നേരായ മാർഗം ഏതാണ്, വ്യക്തമായ പാത ഏതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട്, അവൻ എല്ലാ തെളിവുകളും ബോധ്യപ്പെടുത്തി കൊടുത്തു, നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിൽ എല്ലാം വ്യക്തമായിട്ട്, വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ, എന്നിട്ടും അവൻ മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗമാണ് പിൻപറ്റുന്നത് എങ്കിൽ, ഇവിടെ മുഅ്മിനീങ്ങൾ ആരാ? സഹാബികളാണ്. കാരണം ഇത് പറയുമ്പോൾ അവിടെയുള്ളത് സഹാബികളാണ്. ഈ ആയത്തിന്റെ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, സഹാബികളുടേതല്ലാത്ത ആ ഒരു മാർഗം ആരാണോ പിൻപറ്റുന്നത്, നുവല്ലിഹി മാ തവല്ല, അവൻ പിൻപറ്റിയ ആ പാതയിൽ ഏതിലേക്കാണോ തിരിഞ്ഞത് അതിലേക്ക് അള്ളാഹു അവനെ വിട്ടേക്കും. വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അതിന്റെ അവസാനം എവിടെ എത്തുള്ളൂ? സഹാബികളുടെ പാതയിൽ തെറ്റിപ്പോയാൽ പിന്നെ പിഴവുകളാണ്. അത് എവിടെ എത്തുമെന്ന് പറയാൻ പറ്റൂല. അവസാനം എന്താ ഉണ്ടാവുള്ളൂ? അത് നരകത്തിൽ വെന്തെരിയുന്ന അവസ്ഥയിലാണ് അവനെത്തുക. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. ഈ ആയത്ത് കേട്ടിട്ട് സഹാബികളുടെ പാതയെ പറ്റി, മൻഹജുസ് സലഫിനെ പറ്റി, സലഫുകൾ പിൻപറ്റി മാതൃക കാണിച്ചു തന്ന, സഹാബികൾ മുന്നോട്ട് പോയ, സഹാബികളിൽ ദീൻ പഠിച്ച ആ താബിഈങ്ങളുടെയും അവരിൽ നിന്ന് ദീൻ പഠിച്ച തബഅ താബിഈങ്ങളുടെയും പാതയെ വിട്ടിട്ട് വേറൊന്നാണ് ശരി, ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ ഉപ്പ വല്ലിപ്പന്മാർ ഞങ്ങൾ കണ്ടുവന്നതാണ് ശരി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എന്താ അവരുടെ അവസ്ഥ? ഇത്രയും തെളിവുകൾ ബോധ്യപ്പെട്ടിട്ടും. സഹോദരങ്ങളെ, ഒരു തെറ്റായ വാദമാണ് നമ്മൾ ജനിച്ചു വളർന്നത് മാത്രമാണ് ശരിയെന്ന് പറയുക എന്നത്. അതായത് ഒരാൾ പറയാണ്, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങള് വെല്ലിപ്പാരായിട്ട് ഇന്ന വിഭാഗക്കാരാണ്, ഞങ്ങൾ വെല്ലിപ്പാരായിട്ട് ഇന്ന സംഘടനകളാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സലഫിയത്ത് പോലും, സലഫി എന്നറിയപ്പെടുന്നത് ഒരു സംഘടനയിൽ നിന്ന് പോന്നാൽ പിന്നെ അവൻ സലഫി അല്ല, അല്ലെങ്കിൽ വേറെ സംഘടനയിൽ ചേർന്നാൽ അവൻ സലഫിയായി, അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അതല്ല സലഫിയത്ത് എന്ന് പറയുന്നത്, അൽ മൻഹജു സലഫി എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞ ഖുർആനെയും ഹദീസിനെയും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നിടത്താണ്. ഇവിടെ ഒരാൾ പറയാണ്, ഞാൻ ഈ ജനിച്ചു വളർന്ന ഈ എന്റെ ഉപ്പയും എന്റെ വെല്ലിപ്പാരും കാണിച്ചു തന്നതിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ, ഇവിടെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനോട്, ഒരു നസ്രാണിയോട്, ഒരു ജൂതനോട്, ഒരു ഹൈന്ദവനോട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസം ജന്മന ഒരു വിശ്വാസത്തിൽ ജനിച്ച ഒരാളോട് നമുക്ക് ദീൻ പറയാൻ പറ്റുമോ? ഇതാണ് ഈ വാദം ശരിയാണെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്നത് മാത്രമാണ് ശരി എന്നൊരാൾ പറയുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ വാദം പറഞ്ഞൂടെ? അങ്ങനെയല്ല. അതാണ് പറഞ്ഞത്, ഹക്ക് മനസ്സിലാക്കാൻ, അത് അന്വേഷിക്കാൻ, തേടാൻ ഇസ്ലാമിൽ ജനിച്ചിട്ടും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ്. മുസ്ലിമായി ജനിച്ചിട്ട് ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ. അപ്പൊ ഈ ആയത്ത് സഹോദരങ്ങളെ നാം വളരെ ചിന്തിക്കേണ്ട ഒരായത്താണ് ഈ ആയത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറൂ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ നിന്ന്, ഈ ആയത്ത് പറയുന്നത് ബനൂ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ പറ്റിയിട്ടാണ്, അസ്ഹാബ് മൂസയെ പറ്റിയിട്ടാണ്.
അവരിൽ നിന്ന് നാം ഇമാമിയങ്ങളെ തെരഞ്ഞെടുത്തു. അവർ ക്ഷമിച്ചതിന്റെയും ദൃഢമായി വിശ്വസിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ ദീനിലെ ഇമാമത്ത് അവർക്ക് നൽകിയെന്ന് പറഞ്ഞു. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ പറ്റി പറയുന്നതാണെങ്കിൽ കൂടി ഇതിനേറ്റവും അർഹരാരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അസ്ഹാബിനേക്കാളും ഏറ്റവും യോഗ്യരാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അവരാണ് ഇതിന് ഏറ്റവും അർഹരായിട്ടുള്ളവർ. അപ്പൊ അവരാണ് ഏറ്റവും സബർ കാണിച്ചിട്ടുള്ളവർ, അവരാണ് ഈമാനിൽ ദൃഢത കാണിച്ചിട്ടുള്ളവർ. അവരുടെ പാതയാണ്, അവർ ഇമാമിയങ്ങളാണ് ദീനിന്റെ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊരു തെളിവ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊരു തെളിവ് അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയാണ്, സ്വല്ലൈനാ അൽ മഗ്രിബ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. ثم قلنا, പിന്നെ ഞങ്ങൾ പറഞ്ഞു, അഥവാ സഹാബികൾ പറഞ്ഞു, ലൗ ജലസ്നാ ഹത്താ നുസല്ലി മഅഹു അൽ ഇശാ, നമുക്കിവിടെ ഇരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഇശാ നിസ്കരിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. ഫജലസ്ന, അങ്ങനെ സഹാബികൾ അവിടെ ഇരുന്നു. ഫഖറജ അലൈനാ ഫഖാല മാ സിൽതും ഹുനാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണോ ചോദിച്ചു, നിങ്ങൾ എന്താ പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നു ചോദിച്ചു. ഖുൽന, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വല്ലൈനാ മഅക്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എന്ത് ചെയ്തു? നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു. ثم قلنا, പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നജ്ലിസു ഹത്താ നുസല്ലി മഅകൽ ഇശാ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, ഇശാ കൂടി നിങ്ങളൊപ്പം നിസ്കരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ സ്ഥലത്തേക്ക് പോവാന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സൻതും, നന്നായി, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم رفع رأسه للسماء, ആകാശത്തേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശീലമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കുമായിരുന്നു. وكان كثيرا ما يرفع رأسه الى السماء, ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കാറുണ്ട്. فقال, എന്നിട്ട് പറഞ്ഞു, النجوم آمنة للسماء, നക്ഷത്രങ്ങൾ എന്നുള്ളത് ആകാശത്തിന് ഒരു സംരക്ഷണമാണ്. فإذا ذهبت النجوم أتى السماء أمرها, ആ ആകാശങ്ങൾ, ആ നക്ഷത്രങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അത് സംഭവിക്കും. എന്താണ് ഉദ്ദേശം? ആകാശത്തിനുള്ള ഒരു സംരക്ഷണമാണ് നക്ഷത്രം. ഖുർആനിൽ തന്നെ മറ്റു പല ആയത്തുകളിലൂടെ എന്താണ് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? അല്ലാഹു തആല സൂറത്തുൽ സ്വാഫാത്തിലും സൂറത്തുൽ മുൽക്കിലും എല്ലാം പറഞ്ഞ وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ, ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ കട്ടുകേൾക്കാൻ വേണ്ടി വരുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള ഒരു കാര്യമാണ് നക്ഷത്രം എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന്റെ അലങ്കാരമാണ്, അതുപോലെ തന്നെ ഇത് എറിഞ്ഞോടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളെ കൊണ്ടുള്ള മറ്റൊരു നേട്ടമായിട്ട് അല്ലാഹു പറഞ്ഞു, വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ, സൂറത്തുൻ നഹ്ലിൽ. അത് ഒരു അടയാളമാണ്. കപ്പലിലൂടെ രാത്രിയെല്ലാം യാത്ര പോകുന്ന ആളുകൾക്ക് ദിശ അറിയാനും മാർഗം കണ്ടെത്താനും വഴി കണ്ടെത്താനുമുള്ള അടയാളമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ന നക്ഷത്രം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ടാകും, സമയം കണക്കൂട്ടാൻ സാധിക്കും നക്ഷത്രങ്ങളെ കണ്ടിട്ട്. അതുപോലെ നക്ഷത്രങ്ങൾ ദിശ കണ്ടുപിടിക്കാൻ സാധിക്കും, അതറിയുന്ന ആളുകൾക്ക്. അപ്പൊ അതിനൊക്കെ നക്ഷത്രങ്ങൾ ഉപയോഗിക്കും. അപ്പൊ നക്ഷത്രങ്ങൾ പറഞ്ഞാൽ പിശാചിനെ ഓടിക്കാനും വഴി കാണിക്കാനും. അപ്പൊ അതിനെ സഹാബികളോട് സാദൃശ്യപ്പെടുത്തി പറയാം. അല്ല, ഇനി അടുത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅന അമനതുൻ ലിഅസ്ഹാബി, ഞാൻ എന്റെ സഹാബികൾക്ക് ഒരു സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയി കഴിഞ്ഞാൽ അഥവാ എന്റെ മരണശേഷം സഹാബികൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അവര് സംഭവിക്കും. എന്നിട്ട് പറഞ്ഞു, വഅസ്ഹാബി അമനതുൻ ലിഉമ്മതി, വഅസ്ഹാബി അമനതുൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ് സഹാബികൾ, എന്റെ സഹാബികൾ. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, ഈ സഹാബികൾ പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടു അത് സംഭവിക്കും. സഹോദരങ്ങളെ, വളരെ അർത്ഥവത്തായിട്ടുള്ള സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളുമായിട്ടും സഹാബികളെ ഉമ്മത്തിനോടും നക്ഷത്രത്തിന് ആകാശത്തിനെ പോലെ പിന്നെ ഒരു ഉപമയായിട്ട് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, നക്ഷത്രം എന്നുള്ളത് ആകാശത്തിനൊരു സംരക്ഷണമാണ്, അതുപോലെ വഴി കാണിക്കാൻ ഉപകാരപ്പെടുന്ന, അതുപോലെയാണ് സഹാബികൾ ഈ ഉമ്മത്തിന്. അവർ നീങ്ങിപ്പോയാൽ ആകാശം എന്താവും? ലോകം അവസാനിക്കുന്ന സന്ദർഭങ്ങളിൽ ആകാശത്തിൽ നിന്ന് പൊട്ടി വീഴുന്ന നക്ഷത്രങ്ങൾ പൊട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സഹാബികൾക്കിടയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സഹാബികളുടെ കാലത്തിന് ശേഷം ഈ ഉമ്മത്തിൽ പലതരത്തിലുള്ള ഫിത്നകൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, സഹാബികൾ എന്നുള്ളത് ഈ ഉമ്മത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള സംരക്ഷണമായിട്ടുള്ള ആളുകളാണ്. അവരുടെ പാത പിൻപറ്റേണ്ടതാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു തെളിവ്, ദലീല്, മറ്റൊരു ഹദീസിൽ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നതിനെ, അല്ലെങ്കിൽ അവരെ ചീത്ത പറയുന്നതിനെ, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ സഹാബികൾക്ക് ഈ ഉമ്മത്തിലുള്ള ഫദ്ലിനെ അറിയിക്കുന്നതാണ്. നോക്കൂ, ഒരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബികളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, നിങ്ങൾ അവരെ പറ്റി മോശമായിട്ട് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ്, ഫലൗ അന്ന അഹദകും, നമ്മളോടാണ്, സഹാബികളല്ലാത്തവരോടാണ്, നിങ്ങളിൽ ഒരാൾ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, ഉഹദ് മലയോളം സ്വർണം നിങ്ങൾ ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, ഒരു മുദ്ദോ അതിന്റെ പകുതിയോ സഹാബികൾ ചെലവഴിച്ചതിന്റെ അത്ര ഇതാവില്ല. എന്താവില്ല? ഉഹദ് മലയോളം നമ്മൾ ചെലവഴിച്ചാലും ആവില്ല. കാരണം അവർ ഏറ്റവും ആവശ്യമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ്. അത്രയും സ്വന്തം ജീവനേക്കാളും സമ്പത്തിനേക്കാളും കുടുംബത്തിനേക്കാളും മറ്റെന്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ദീനിനും പ്രാധാന്യം നൽകിയവരാണ്. അപ്പൊ ഈ ഹദീസിലൂടെ സ്വഹാബികളുടെ ഫദ്ലിനെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പാത പിൻപറ്റണമെന്ന് പറയുന്നവരാരാണോ അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ നാം തുടക്കത്തിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. ഇവിടെ ഭാഷാപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹ എന്നാ പറഞ്ഞത്, അലൈഹിമ എന്നല്ല. അവ രണ്ടിനെയും നിങ്ങൾ കടിച്ചു പിടിക്കുക എന്നല്ല എന്ന് പറഞ്ഞത്, അവയെ കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞത്. അവിടെ ഉദ്ദേശം എന്താ? അത്തമസ്സകു ബിസുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഹ്മി സ്വഹാബതിഹി റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്വഹാബികളുടെ ഫഹമിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇതാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വിഷയത്തിൽ സ്വഹാബികളുടെ മാർഗമാണ് ശരി എന്നുള്ളതിൽ മറ്റൊരു ദലീൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിലെ വാക്ക് തന്നെയാണ്, മാ അന അലൈഹി വസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കക്ഷി ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലേക്കുള്ള പാതയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഒരു കക്ഷി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മാ അന അലൈഹി വസ്ഹാബി. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ സംശയത്തിലായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് ശരിയായത്. ബാക്കിയുള്ള എന്ത് പേരിലോ അത് ആളുകൾ കൂടുതലുള്ള വിഭാഗമാവട്ടെ, സമ്പത്ത് കൂടുതലുള്ള വിഭാഗമാവട്ടെ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നവരാവട്ടെ, ഈ ഒരു മാർഗത്തിലല്ലേ, ഈ ഒരു മാർഗം. ഇനി സലഫികളാണെന്ന് പറയുന്നതാണെങ്കിൽ വാക്കുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ സലഫികളാണ്, എന്നാൽ അവരുടെ വിശ്വാസം അതിനെതിരാണ്, അവരുടെ പ്രവർത്തനം സ്വഹാബികൾക്കെതിരാണ്, എന്നാലും അവർ സലഫികളല്ല. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് കേവലം പറയൽ മാത്രമല്ല, ഈ പാത സ്വഹാബികളുടെ ആ മാർഗം പിൻപറ്റുന്നിടത്താണ് ഈ വ്യതിരിക്തത, ഈ വ്യത്യാസം മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സഹോദരങ്ങളെ ഒന്ന് രണ്ട് കാര്യം കൂടി ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ അഥവാ സ്വഹാബികളുടെ പാതയിൽ നിന്ന് പിഴച്ച വിഷയത്തിൽ സ്വഹാബികളുടെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ അവരുടെ ഫഹ്മ് മാത്രമാണ് ശരിയെന്ന് അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖവാരിജുകളുമായി നടത്തിയ സംവാദം. ചുരുങ്ങിയ രൂപത്തിൽ പറയാണ്, അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയത്തിൽ അതിനൊരു പരിഹാരമെന്നോണം
മധ്യസ്ഥന്മാരെ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താം എന്ന തീരുമാനത്തിൽ സ്വഹാബികൾ എത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികളല്ലാത്ത കുറച്ച് ആളുകൾ അവർ ഇത് തെറ്റാണ്, കാരണം ഖുർആനിൽ അല്ലാഹു തആല ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി കൽപ്പിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് മധ്യസ്ഥന്മാരെ വെച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല, അത് കുഫറാണ് എന്ന നിലക്ക് അലി റളിയല്ലാഹുവിനെതിരെ ഇറങ്ങിപ്പുറപ്പെടുന്ന അവസ്ഥയുണ്ടായി. 6000-ഓളം ആളുകൾ ഹറൂറ എന്ന് പറഞ്ഞ പ്രദേശത്ത് അവരൊരു വീട്ടിൽ ഒരുമിച്ച് കൂടി അലി റളിയല്ലാഹുവിന്റെ ഈ ഭരണത്തിനെതിരെ ഇറങ്ങിപ്പുറപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നമുക്കറിയാം ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ്, അദ്ദേഹം അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അതാ യാ അമീറുൽ മുഅ്മിനീൻ ഇന്നൽ ഖൗമ ഖാരിജൂന അലൈക്, അത് ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഇസ്ലാമിക ഭരണകൂടത്തിൽ ജനങ്ങൾ ബൈഅത്ത് ചെയ്ത ഒരു ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അയാൾ ചിലപ്പോ തെമ്മാടിയായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ആളായിരിക്കാം, അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅൂഹും, അവരെ വിട്ടേക്ക്, ഫഇന്നീ ലാ ഉഖാതിലുഹും ഹത്താ യുഖാതിലൂനി, ഞാൻ അവരോട് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യൂല, അവൻ എന്നോട് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുന്നത് വരെ. ഫസൗഫ യഫ്അലൂൻ, വൈകാതെ അവർ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, യുദ്ധം ചെയ്യുന്ന അവസ്ഥ എന്തായാലും ഉണ്ടാവും ചെയ്യുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് ളുഹറിന്റെ സമയമായപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് നിസ്കാരം ഒന്ന് സമയം വൈകിപ്പിക്കണം, കുറച്ച് തണുക്കുന്ന ചൂടൊന്ന് ഒഴിവാകുന്നവരെ വൈകിപ്പിക്കണം, ഞാൻ അവരോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ഈ വാദം അവർ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് ഞങ്ങൾ സംസാരിച്ചിട്ട് വരാമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നുണ്ട്, അവർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും ഉണ്ടാവൂല, അവർക്ക് എന്നോടൊരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇബ്നു അബ്ബാസ് പോകാൻ നിന്നു. അനുവാദം കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉള്ളതിൽ വെച്ച് നല്ല ഒരു വസ്ത്രം ധരിച്ച് ഒരു ദുഹാ സമയത്ത്, ആ ഒരു നല്ലൊരു സമയത്ത് അവരുടെ അടുക്കിലേക്ക് പോയി. അങ്ങനെ പോയ സമയത്ത് അവരുടെ കോലവും രൂപവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കഠിനമായി പരിശ്രമിച്ചിട്ട് ഇബാദത്തുകൾ മുഴുകിയ അവസ്ഥയാണ്. അവർ ഉറക്കമൊഴിച്ച് നിസ്കരിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും കണ്ണൊക്കെ ആ ഒരു അവസ്ഥയിലാണ്. സുജൂദ് ചെയ്ത അടയാളങ്ങൾ അവരുടെ നെറ്റിയിലും അതുപോലെ തന്നെ അവസ്ഥയിലുണ്ട്. വസ്ത്രമെല്ലാം ഒരു അത്ര നല്ല വസ്ത്രങ്ങളല്ലാത്ത മോശപ്പെട്ട കടുത്ത വസ്ത്രങ്ങൾ, കടുപ്പമുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പോയിട്ട് സലാം പറഞ്ഞു. അപ്പൊ അവര് തിരിച്ചു സലാം പറഞ്ഞിട്ട് ആദ്യം ചോദിച്ച ചോദ്യം, ഇബ്നു അബ്ബാസ് നല്ല വസ്ത്രം ധരിച്ചിട്ട് ചെയ്തിട്ടുള്ളത്, വാണിച്ചിട്ട് ധരിച്ചാണ്. കാരണം ഖവാരിജികൾ നല്ല വസ്ത്രം ധരിച്ചാൽ ദീന് യോജിച്ചതല്ല എന്നുള്ള നിലക്ക് പറയുന്ന ആളുകളാണ്. അപ്പൊ ഇനി എന്താ ഇങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്ത വഴിക്ക് തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹി ഇതുപോലുള്ള വസ്ത്രം ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹി ഇതുപോലെ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ആയത്ത് മോദി, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഈ അലങ്കാരം അത് ഹറാമാക്കിയത് ആരാണ്? ഇത് വേണമെന്ന് കരുതി അവരുടെ ആ ഒരു മനസ്സിലാക്കൽ പിഴച്ചതാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു അബ്ബാസ് അത് ചെയ്തത്. ഒരു ഹിക്മത്താണ്. ഒരു സംവാദത്തിന് പോകുമ്പോ അവരുടെ ആദർശത്തിന്റെ ഏറ്റവും ദുർബലത ആദ്യം തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സംസാരിച്ച. എന്നിട്ട് അവർ ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നു ചോദിച്ചു. ഇത് മുഴുവനായിട്ട് വായിക്കുന്നില്ല, എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൊടുത്തൊരു മറുപടി ഉണ്ട്. ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ ഇറങ്ങിയ ഒരു കൂട്ടം ആളുകളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ മറുപടിയാണ് സലഫികൾക്ക് എല്ലാ കാലത്തും സഹാബികളുടെ മാർഗം വിട്ട് ഏതെങ്കിലും വാദം പറയുന്ന ആളുകളോട് പറയാനുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹാജിരീന വൽ അൻസാർ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ അടുത്തുനിന്നാണ്. മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ളവർ, അവരെ ഫضലൊപ്പം പറയണം. ഹിജറ ചെയ്ത, അതുപോലെ തന്നെ ഹിജറ ചെയ്തു വന്ന ആളുകൾക്ക് സഹായം നൽകിയ സഹാബികളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ അടുക്കൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. വമിൻ ഇൻദി ഇബ്നി അമ്മി നബി വസഹരിഹി വഅലൈഹിം നസല അൽ ഖുർആൻ,
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപുത്രനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമകനുമായ അലി റളിയല്ലാഹുവിന്റെ അടുക്കലുമാണ്. വഅലൈഹിം നസലൽ ഖുർആൻ, അവരുടെ മേലെയാണ് ഖുർആൻ ഇറങ്ങിയത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആര് നമ്മളോട് സ്വഹാബികളുടെ മാർഗത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആദർശം കൊണ്ടുവന്നാൽ നമുക്ക് പറയാനുള്ള മറുപടിയിൽ പെട്ടതാണ് വഅലൈഹിം നസലൽ ഖുർആൻ. ഖുർആന്റെ ആയത്തുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നുന്ന രീതിയിൽ എന്തതിനെ പറ്റി പറഞ്ഞാലും വഅലൈഹിം നസലൽ ഖുർആൻ, സ്വഹാബികളുടെ മേലെയാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, നിങ്ങളെക്കാൾ ആ ഖുർആനിന്റെ വ്യാഖ്യാനം അറിയുന്നവർ അവരാണ്, അതിന്റെ തഫ്സീർ അറിയുന്നവർ അവരാണ്. വലൈസ ഫീകും മിൻഹും അഹദുൻ, ആ ഖവാരിജികളോട് പറയാണ്, 6000-ഓളം വരുന്ന ആളുകളോട് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തില് ഒറ്റ സ്വഹാബി പോലും ഇല്ല, നിങ്ങളുടെ കൂട്ടത്തില് ഒരൊറ്റ സ്വഹാബി പോലും ഇല്ല. ലഉബല്ലിഗുകും മാ യഖൂലൂൻ വഉബല്ലിഗുകും മാ തഖൂലൂൻ, അവര് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങൾ പറയുന്നത് ഞാൻ അവരെ അറിയിക്കാം എന്ന് അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ സംസാരം ഉണ്ടായി. എന്താണ് വിഷയം, എന്താണ് ഇവർക്ക് പറയാനുള്ള വിഷയം എന്നുള്ള സംസാരം ഉണ്ടായി. ആ സംസാരത്തിൽ 3 കാര്യങ്ങളാണ് ഖവാരിജികൾ പറഞ്ഞത്. ഒന്നാമത്തേത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്ത് ഖുർആനിലിരിക്കെ രണ്ടാളുകളെ മധ്യസ്ഥരായി വെച്ചുകൊണ്ട് ഒരു വിധി നടപ്പിലാക്കാൻ, മുസ്ലിമുകൾക്കിടയിൽ വിധി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് പകരമായിട്ട് അത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തടവിലാക്കുകയും അതുപോലെ ഗനീമത്ത് സ്വത്ത് എടുക്കുകയും ചെയ്തില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ സുരക്ഷിതമായി തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞയക്കാണ് ചെയ്തത്. യുദ്ധം ചെയ്താൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് വിഷയം, ജമൽ യുദ്ധത്തിന്റെ സംഭവം വിശദീകരിച്ചാൽ പിന്നെ ഇവിടെ കുറെ സമയം പോവും. ഇതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ ഒരു സംഭവമാണ് കണക്കുകൂട്ടുക. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഈ ഒരു മുസ്ലിമുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഫിത്നയിൽ ഇടപെടുകയുണ്ടായി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ തിരിച്ച് അവരെ സുരക്ഷിതമായി അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അതാണ് സംഭവം. മൂന്നാമത്തെ കാര്യം ഖവാരിജികൾ പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനപ്പേര് എഴുതിയില്ല. അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ അമീറുൽ കാഫിരീൻ അല്ലേ എന്ന് ഖവാരിജികൾ പറഞ്ഞു. ഈ 3 പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നുള്ള ആയത്ത്. 2, മുസ്ലിമീങ്ങളെ തടവിലാക്കുകയും അവരുടെ ഗനീമത്ത് സ്വത്ത് എടുത്തില്ല, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയെ. 3, അമീറുൽ മുഅ്മിനീൻ എന്ന പേര് അലി റളിയല്ലാഹു അൻഹു ഒഴിവാക്കി എന്നുള്ളത്. ഈ 3 എണ്ണത്തിനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ തഫ്സീർ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആ സ്വഹാബി മറുപടി പറഞ്ഞു. ഒന്നാമത്തേതിന് 2 ആയത്തുകൾ കൊണ്ട് മറുപടി പറഞ്ഞു. ഇനിൽ ഹുക്മുലില്ല, 2 ആളുകൾ മദ്യം വെച്ചൊരു വിധി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം 2 ആയത്ത് കൊണ്ട് മറുപടി പറഞ്ഞു. ഒന്ന് നമ്മൾ പറയാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ, അവര് ത്വലാഖിലേക്കുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സൂറത്തുൻ നിസായിലെ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബ്അസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഈ 2 കൂട്ടർ, ഒരു ഭാര്യയും ഭർത്താവിന്റെയും വിഷയത്തിൽ പ്രശ്നമായി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാരെ വെച്ച് ചർച്ച ചെയ്തിട്ട് അതൊരു വിധി നടപ്പിലാക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണോ വലുത്, മുസ്ലിമുകൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തില് മധ്യസ്ഥന്മാരെ വെച്ച് വെക്കലാണോ വലുത്, ഈ തെളിവ് പോലെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യത്തിന്, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ പിന്നെ ബന്ദിയാക്കിയില്ല, ഗനീമത്ത് എടുത്തില്ല എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ ആക്ഷേപിക്കുകയാണോ? ഒരു ഉമ്മയെ തടവിലാക്കുന്നത് നിങ്ങൾക്ക് ഹലാലാവുകോ? അത് ഹലാലാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ അത് നിങ്ങൾ ഉമ്മയല്ല എന്ന് പറഞ്ഞാലും, 2 പറഞ്ഞാലും നിങ്ങൾ എന്താവും? നിങ്ങൾ കുഫറിലാവുന്ന അവസ്ഥ വരും. നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ തടവിലാക്കുക, ആയിഷാബിയെ തടവിലാക്കുക എന്ന് പറഞ്ഞാൽ ഹലാലാണ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആയിഷാബി ഞങ്ങളുടെ ഉമ്മയല്ല എന്ന് പറഞ്ഞാലും, 2 പറഞ്ഞാലും നിങ്ങൾ എന്താവും? കാഫിറാകുന്ന അവസ്ഥയാണ് വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആനിലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും എന്ന ആയത്ത് പാരായണം ചെയ്തു പറഞ്ഞു. മൂന്നാമത്തേത് അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതിയില്ല എന്നുള്ളത്. അതിന് ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്
മുഹമ്മദുൻ റസൂലുള്ള എന്ന് എഴുതിയപ്പോൾ റസൂലുള്ള എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതാതെ ഹുദൈബിയ സന്ധി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരോട് മറുപടി പറഞ്ഞു. അതിൽ നിന്ന് ധാരാളം പേർ, ഏകദേശം 2000-ഓളം വരുന്ന ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞു പോരുകയും സഹാബികളോടൊപ്പം വീണ്ടും വന്നു ചേരുകയും ഉണ്ടായി എന്ന് കാണാം. ഈ വിഷയം മാത്രം നമ്മൾ മുമ്പ് ഇവിടെ ദർസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ദർസ് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ സമയം കുറഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവൻ നമ്മൾ വായിക്കാത്തത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം, ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളോട് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു വാക്ക് ഖുർആൻ അവരുടെ മേലെ ഇറങ്ങിയതാണ്, അവർക്കാണ് അത് ഏറ്റവും നന്നായിട്ട് അറിയുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പോലുമില്ല. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് മതി. സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് മതി. അത് കുറവാണെങ്കിലും, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കുറവാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിലും, നമ്മുടെ ബുദ്ധിക്ക് അത് ശരിയായി തോന്നുന്നില്ല, എന്നിരുന്നാലും ആ സഹാബികൾ ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഓരോരുത്തരും ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ദീനാണിത്, നമ്മുടെ പരലോകം രക്ഷിക്കാനുള്ളതാണിത്, നാളെ സ്വർഗപ്രവേശനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണിത്. അതുകൊണ്ട് ഈ കാര്യം മുറുകെ പിടിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഖൗല് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മൻ കാന മുതഅസ്സിയൻ ഫലിയതഅസ്സ ബി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മാതൃകയാക്കുന്നുണ്ടെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ മാതൃകയാകട്ടെ. അവരുടെ ചരിത്രം പഠിക്കണം, അവരുടെ പേരുകൾ പഠിക്കണം, അവർ ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്ത വിശ്വാസവും അവരുടെ കർമ്മങ്ങളും നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഫഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തി ഖുലൂബൻ, ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഏറ്റവും ശുദ്ധമായ ഖൽബുണ്ടായിരുന്നവർ ആ സ്വഹാബികളാണ്. വഅഅമഖഹാ ഇൽമൻ, ഏറ്റവും ആഴത്തിലുള്ള ഇൽമുണ്ടായിരുന്നവർ അവരാണ്. വഖല്ലഹാ തകല്ലുഫൻ, ഏറ്റവും കുറഞ്ഞ വക്രതയുണ്ടായിരുന്നവർ അവരാണ്. ഏറ്റവും തെളിമയുണ്ടായിരുന്നവർ അവർക്കാണ്. വഖ്വമഹാ ഹദിയൻ, ഏറ്റവും നേരായ മാർഗത്തിൽ നിലനിന്നവർ അവരാണ്. വഹ്സനഹാ ഹാലൻ, ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവും അവസ്ഥയും ഉണ്ടായിരുന്നത് അവർക്കാണ്. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരാണ് അവർ. വഇഖാമതി ദീനിഹി, അവന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ഫദ്ല് നിങ്ങൾ മനസ്സിലാക്കണം, അവർക്കത് വകവെച്ചു കൊടുക്കണം. വത്ബഊഹും ഫി ആസാരിഹിം, അവരുടെ അസറുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പാത നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലാ അൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ മാർഗത്തിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അൽ മൻഹജു സലഫി, സഹാബികൾ മനസ്സിലാക്കിയതാണ്. അതല്ലാത്ത ദീനിന്റെ പേരിൽ ഇസ്ലാമിൽ ഇന്ന് അറിയപ്പെടുന്ന സംഘങ്ങളും സംഘടനകളും വിഭാഗങ്ങളും ആദർശങ്ങളും എല്ലാം പിഴച്ചതാണ്. ഒരു സംശയവുമില്ലാതെ ഈ പാതയിൽ നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും സലഫി മൻഹജ് മാത്രമാണ് ശരി. കാരണം അത് സ്വഹാബികൾ കാണിച്ചു തന്നതാണ്. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ സ്വർഗാവകാശികളാണ്, അവരാണ് ഏറ്റവും നേരായ മാർഗത്തിൽ ഉണ്ടായിരുന്നവർ. അതുകൊണ്ട് നമുക്ക് ഇസ്സത്തോടു കൂടി പറയാൻ സാധിക്കും ബാക്കിയുള്ള ആളുകൾ അത് ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചവരാണ്. അത് പറയാൻ നമുക്കൊരു മടിയും വേണ്ട. നമ്മൾ ഇതിനോട് എത്രത്തോളം സിദ്ഖ് കാണിക്കുന്നുണ്ടോ, നസീഹത്ത് കാണിക്കുന്നുണ്ടോ അത്രത്തോളം. സലഫി എന്ന് നാവുകൊണ്ട് പറയലല്ല, ഇതിനോട് കാണിക്കുന്ന കൂർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും ഇത് മാത്രമാണ് ശരി, ഇത് മാത്രമാണ് സത്യമായിട്ടുള്ളത് സലഫി മൻഹജ്. അതുകൊണ്ട് കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായ സഹാബികൾ നമുക്ക് മാതൃക കാണിച്ചു തന്ന ഈ പാതയിൽ ഉറച്ചു നിൽക്കാനും അതിൽ മുന്നേറാനും അതിലായിക്കൊണ്ട് മരണപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളായിട്ട് ആ സ്വഹാബികളോടൊപ്പം സ്വർഗത്തിൽ നമ്മെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കും അവർക്കും ഈമാനിൽ നമ്മെ മുൻകടന്ന അവർക്കും അള്ളാഹു പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.